ജൂഡ് ആൻ്റണി ഡയറക്റ്റ് ചെയ്തിട്ടുള്ള അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ മകളായ വിസ്മയ മോഹൻലാലിൻ്റെ പടം തുടക്കുന്ന തിയേറ്ററിലേക്ക് എത്തുകയാണ്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരുടെയൊക്കെ എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്കെല്ലാം പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ മോളല്ലേ, അപ്പം നമുക്ക് ലാലേട്ടൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടല്ലോ. ലാലേട്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈറ്റിൽസ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനൊക്കെ മേളിൽ ശരിക്കും പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മോളാകുമ്പോഴത്തേക്കും നമുക്കൊരു മിനിമം എക്സ്പെക്റ്റേഷൻ ഉണ്ട്. സോ ലെറ്റ്സ് സീ, നമുക്ക് നോക്കാം. മോഹൻലാലിൻ്റെ പടമായതുകൊണ്ട്, മോഹൻലാലിൻ്റെ മോളുടെ പടമായതുകൊണ്ട് കണ്ടാക്കാമെന്ന് വെച്ചു. പിന്നെ അവധിയൊക്കെ അല്ലേ, അതുകൊണ്ട് നന്നായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത്യാവശ്യം എക്സ്പെക്റ്റേഷൻ ഉണ്ട്. കാരണം എനിക്ക് മോഹൻലാലിനെ ഭയങ്കര ഇഷ്ടമാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മോളുടെ ആദ്യത്തെ പടം ആയതുകൊണ്ട് ഇന്ന് തന്നെ പടം കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമുണ്ട്. കണ്ടിട്ട് പറയുന്നതായിരിക്കും നല്ലത്. എങ്ങനെയുണ്ട് എക്സ്പെക്റ്റേഷൻ ഉണ്ട്. പിന്നെ മോൾ എങ്ങനെ അഭിനയിക്കുന്നു നമുക്ക് അറിയത്തില്ലല്ലോ, അപ്പോൾ കണ്ടിട്ട് പറയുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അതെ, തീർച്ചയായിട്ടും നമുക്ക് കണ്ടു കഴിഞ്ഞിട്ടല്ലേ നമുക്ക് അഭിപ്രായം പറയാൻ പറ്റത്തുള്ളൂ. ആദ്യമായിട്ട് കാണട്ടെ. തുടക്കം ലാലേട്ടൻ്റെ പാടപാടായതുകൊണ്ടാണ് വന്നത്. അപ്പം ആദ്യത്തെ സിനിമയാണല്ലോ, നല്ല രീതിയിൽ പോകുന്ന വിശേഷം. പിന്നെ ലാലേട്ടനുണ്ടല്ലോ, കാണാൻ വേണ്ടിയുള്ള ഫസ്റ്റ് ടിപ്സ് അല്ലേ, നല്ലൊരു പ്രതീക്ഷയുണ്ട്, നല്ല പ്രതീക്ഷയുണ്ട്. പിന്നെ നല്ലൊരു ഇടിപ്പടം ആയിരിക്കും എന്നൊക്കെ ഒരു പ്രതീക്ഷയുണ്ട്. അല്ലെങ്കിൽ താഴെയൊക്കെ പഠിച്ചല്ലേ, പ്രതീക്ഷയുണ്ട്. ട്രെയിലർ കണ്ടപ്പോൾ വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ജൂഡ് ആൻ്റണി ആയതുകൊണ്ട് എക്സ്പെക്റ്റേഷനുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല, കണ്ടിട്ട് വേണമെങ്കിൽ പറയാം. ഒരു ആക്ഷൻ പടമാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു വിസ്മയ മോഹൻലാലിൻ്റെ ആയതുകൊണ്ട് സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, മാർഷൽ ആർട്സ് ട്രെയിനിങ് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ അതൊക്കെ പ്രതീക്ഷിച്ചാണ് വന്നത്. ഇതിൻ്റെ ഫസ്റ്റ് പടമാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു.